ഹായ് ഗൈസ്, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം നേരുന്നു. അപ്പോൾ ഇന്ന് റമളാൻ നോയമ്പാണ്. പകൽ പ്രത്യേകിച്ച് ഞാനങ്ങനെ ജോലി എടുക്കാറില്ല. കാരണം ഇടയത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞാൽ പാചകം ചെയ്യണം, പിന്നെ കുറേ ഖുർആൻ ഓതി നമസ്കാരം, നേരം പുലരുവോളം ദുആയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടങ്ങ് കഴിയും. പിന്നെ സാധാരണ ചിലപ്പോഴും മാത്രം ഒന്ന് കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ കിടക്കാറില്ല. രാവിലെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറമ്പിലൊക്കെ വന്ന് നിൽക്കുക. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത്, വീടിൻ്റെ പിന്നാമ്പുറത്താണ് നിൽക്കുന്ന ഒരു പപ്പ മരത്തിൽ 2-3-4 ഓമയ്ക്ക ഉണ്ടായിരുന്നു. അത് വിളഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനായിരുന്നു, പക്ഷേ വിളഞ്ഞില്ല. അത് ഈ പരുവമായി. നോയമ്പിന് മുമ്പേ അടർത്താൻ പറ്റുമായിരിക്കും. അങ്ങനെ അതിൻ്റെയൊക്കെ മൂട്ടിലൊക്കെ വന്നിങ്ങനെ നിൽക്കും, ചെടിയുടെ മൂട്ടിൽ കുറേ നേരം. കാരണം എല്ലാം കൊണ്ടും മനസ്സാകെ വല്ലാത്തൊരു വിഷമത്തിലിരിക്കുകയല്ലേ. യുദ്ധത്തിൻ്റെ ആശങ്കകളും എല്ലാം. അറബ് രാഷ്ട്രം പ്രവാസികൾ, ബന്ധുക്കളേറെയും പ്രവാസികളാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്ഥിതി എങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ഓർത്തുള്ള ടെൻഷനും എല്ലാം കൊണ്ട് മനസ്സാകെ വിഷമിച്ചിരിക്കുമ്പോഴപ്പോൾ എന്താ രാവിലെ കുറേ നേരം ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കാം, അപ്പോൾ മനസ്സിനൊരാശ്വാസം കിട്ടുമല്ലോ എന്നോർത്ത്. കാരണം കോവിഡ് സമയത്തും ഞാൻ എൻ്റെ ഒരു മനപ്രയാസം വന്നാലും ഓടി വന്ന് എൻ്റെ ചെടികളുടെയൊക്കെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. കുറേ നേരം നിന്നിട്ടൊക്കെ അങ്ങ് അകത്ത് കയറി പോകുമ്പം മനസ്സിന് വല്ലാത്തൊരു എന്തോ ഒരു സമാധാനം പോലെ കിട്ടും. ഇതെൻ്റെ ഒരു കൂട്ടുകാരി തന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ്. 2024 തന്നത്. 1 വർഷം പിന്നിട്ടു. എത്രാമത്തെ വർഷമാണ് കായ്ക്കുന്നതെന്നൊന്നും അറിയില്ല. അതിങ്ങനെ ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങി. പിന്നെ അതിൻ്റെ അരികിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും. ഇതെൻ്റെ കറിവേപ്പിലയാണ് കേട്ടോ. ഞാൻ എത്രയോ കറിവേപ്പിലയൊക്കെ നട്ടിട്ട് അവസാനം എങ്ങനെയെങ്കിലും ഒന്നിനെ ഞാൻ എങ്ങനെയെങ്കിലും പരുവപ്പെടുത്തി പിടിച്ചു കൊണ്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് അതിനകത്ത് നോക്ക് കളകൾ കയറുക. ഇതെൻ്റെ കറിവേപ്പിലയാണ്. ഇത് ഞാൻ സാധാരണ ഉള്ള ജൈവവളമാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ പുല്ലുകളൊക്കെ ഉണ്ടല്ലോ, അടിച്ച് തൂക്കുമ്പോൾ കിട്ടുന്ന പുല്ല്, കരിയില എല്ലാമൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മൂട്ടിലിട്ട്, അങ്ങനെ അത് തന്നെയാണ് എൻ്റെ വളം. എന്നോട് തേയിലക്കൊത്ത്, മുട്ടത്തോട്, അങ്ങനെ ചിലപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കും കേട്ടോ. അതും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിൻ്റെ മൂട്ടിലൊഴിക്കുമ്പം എന്തോ നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ മുല്ലയാണ്, കുടമുല്ല. അതിങ്ങനെ ഒത്തിരി തളിരിട്ടു. ഇതിപ്പം മാർച്ച് മാസത്തിലോ ഏപ്രിലൊക്കെ അല്ലേ പൂക്കുന്നത്. തളിര് വരുമ്പം മുട്ടിടാനുള്ള ഇതായിരിക്കും എന്നിങ്ങനെ തോന്നുന്നു. അങ്ങനെ ഏറെ നേരമൊക്കെ ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കും. ഇതെൻ്റെ കിളികൾ. ഇനി അടുത്തത് എൻ്റെ കിളികൾ പാർക്കുന്ന ഒരു മരമുണ്ട് കേട്ടോ. ആത്തമരമാണ്. ആത്തമരവും അതിൻ്റെ കൂടെ വേപ്പും ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് ഞാനിങ്ങനെ നട്ട് നല്ല രസം. ഏറെ നേരം ഞാനിവിടെ വന്ന് നിൽക്കും. നല്ല ശുദ്ധമായ ഓക്സിജൻ നമുക്ക് കിട്ടുമല്ലോ. നല്ല ഓക്സിജൻ കിട്ടും. ഇതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ കിളിക്കൂടുകളുണ്ട്. ഏറ്റവും വലിയ രസമെന്ന് വെച്ചാൽ ഞാൻ ഇടയത്താഴത്തിന് എണീക്കുമ്പോൾ, ഞാൻ 3 മണിക്കാണ് സാധാരണ ഇടയത്താഴത്തിന് പാചകം ചെയ്യാനായിട്ട് എണീക്കുക. അപ്പോഴത്തേക്കും ഉണ്ട് കിളികളും അവയുടെയും കരച്ചിലുകൾ കേൾക്കാം. അവ ഈ നേരം പുലർച്ചെ വരുമ്പോഴേ അവർക്കറിയാമല്ലോ. ആ സമയമാകുമ്പോൾ നല്ല കലകലബ്ലാ ചിലപ്പാണ്. അതിങ്ങനെ കേട്ടുകൊണ്ട് കുറേ നേരം ഇരിക്കും. അതാണ് എൻ്റെ ഒരു ഔഷധ സസ്യവനം എന്ന് വേണമെങ്കിൽ പറയാം. 2 മരമേ ഉള്ളൂ, ആര്യവേപ്പും പിന്നെ ഈ ഈ ആത്തമരം. ഇതിൻ്റെയൊക്കെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ ലോകരാജ്യമെങ്ങും സമാധാനവും സന്തോഷപൂർണവുമായിട്ടുള്ള ഒരു ദിനം വന്നു ചേരട്ടെ. എല്ലാ ഭീതികളും ആശങ്കകളും ഒഴിയട്ടെ. മനുഷ്യന് എപ്പോഴും സമാധാനം തന്നെയാണ് വേണ്ടത്. സമാധാനത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഓരോന്നിനും വളരെ ആശ്വാസമാണ്. അപ്പോൾ ആശ്വാസമേകിയ ഒരു പൊൻപുലരി പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സസ്നേഹം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഹീനസ്. നന്ദി, നമസ്കാരം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം ഇതുപോലെയൊക്കെയുള്ള